മാസം പരീക്ഷാ പേടിയുടെ കൂടി കാലങ്ങളാണ്. കുട്ടികൾക്കും ഒപ്പം മാതാപിതാക്കൾക്കും. പരീക്ഷയെ സ്നേഹിച്ചുകൂടെ? ഭയവും വിറയലും ഒക്കെ മാറ്റിവെച്ച് പരീക്ഷയെ ആവേശത്തോടുകൂടി സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. തെല്ല് തയ്യാറെടുപ്പും കൃത്യമായ സമീപനത്തോടും കൂടി സ്വീകരിച്ചാൽ പരീക്ഷാകാലത്തെ സന്തോഷത്തിന്റെ കാലങ്ങളാക്കി മാറ്റാം. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? അതാണ് നമുക്കറിയേണ്ടത്. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി ഈ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനറായ മധു ഭാസ്കറാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം ശ്രീ മധു ഭാസ്കരൻ. നമസ്കാരം. ഓരോ പരീക്ഷാകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് പരീക്ഷാ പേടി എന്നുള്ളത്. എന്താണ് ഈ പരീക്ഷാ പേടി? പരീക്ഷ സമയത്ത് ഉണ്ടാകുന്ന പേടി, പക്ഷേ അതിന് ആക്ച്വലി പേടിയല്ല. അത് ഈ ആശങ്ക എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ടെക്നിക്കലി ഉപയോഗിക്കുന്നത് ടെസ്റ്റ് ആൻസൈറ്റി എന്നാണ് പറയുക. എക്സാം ഫിയറിനെ ടെസ്റ്റ് ആൻസൈറ്റി എന്നാണ് പറയുക. പരീക്ഷ സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ഒരുതരം അൺഈസിനെസ്, ഒരു അസ്വസ്ഥത, അതിനെയാണ് നമ്മൾ ഈ പരീക്ഷാ പേടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പേടി ആൻസൈറ്റി തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇത് രണ്ടും പേടി പൊതുവേ പാസ്റ്റ് റിലേറ്റഡ്, അത് ആൻസൈറ്റി പൊതുവേ, ആശങ്ക എന്ന് പറയുന്നത് പൊതുവേ ഉത്കണ്ഠ ആശങ്ക എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചർ റിലേറ്റഡ് ആണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും, ഇതിങ്ങനെ പൊളിഞ്ഞാൽ എന്ത് ചെയ്യും, പരീക്ഷ തോറ്റ എന്ത് ചെയ്യും, ഇത്തരം ചിന്തകളെയാണ് നമ്മൾ പരീക്ഷാ പേടിയെന്നോ അല്ലെങ്കിൽ ടെസ്റ്റ് ആൻസൈറ്റി എന്നൊക്കെ വിളിക്കുക. ഈ പരീക്ഷാ പേടി കുട്ടികളുടെ പ്രകടനത്തെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും. പൊതുവേ എല്ലാ പേടികളും നമ്മുടെ കാര്യക്ഷമത കുറയ്ക്കും എന്നാണ് യാഥാർത്ഥ്യം. നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും വീതിയും ഇത്രയും നീളമുള്ളൊരു പലക എടുത്തിട്ട് തറയിൽ വിരിച്ചിട്ട് അതിലൂടെ നടക്കാൻ പറഞ്ഞാൽ എല്ലാവരും വളരെ ധൈര്യപൂർവ്വം നടക്കും. അതേ പലക എടുത്തിട്ട് ഒരു 50 അടി പൊക്കത്ത് 2 മരത്തിൻ്റെ ഇടയ്ക്ക് കെട്ടി നിങ്ങൾ തറയിൽ ചവിട്ടാതെ നടക്കാൻ പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം പേരും ചെയ്യില്ല. പക്ഷെ ഇവിടെ ചെയ്ത അതേ പ്രവൃത്തി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തതിന് കാരണം അവിടെ എത്തുമ്പോൾ പേടി വരുന്നു എന്നതാണ്. അവിടെ നിന്ന് വീണാലോ എന്ന് പറയുന്ന പേടി. ഇവിടെ ചെയ്ത അതേ പ്രവൃത്തിയാണ് നമുക്ക് ആ പൊക്കത്ത് ചെയ്യാൻ പറ്റില്ല, കാരണം പേടിയാണ്. അപ്പോൾ എന്താ ഈ പേടി വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ പേടി വരുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടും. സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡല എന്ന് പറയുന്ന സാധനം, ആ ഭാഗമാണ് എമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നത്. ആ ഭാഗം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ലേണിംഗ് പൊതുവേ നമുക്ക് തടസ്സപ്പെടും. ആ സമയത്ത് എന്ത് പഠിച്ചാലും നമുക്ക് മനസ്സിലാകണമെന്നില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല, നമുക്കത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ആശങ്ക, ഈ പേടി ഇവരുടെ പഠനത്തെ തീർച്ചയായും ബാധിക്കും. എല്ലാ കുട്ടികളെയും ഈ പരീക്ഷാ പേടി ബാധിക്കാറുണ്ടോ, അതോ ഒരു പ്രത്യേക വിഭാഗം കുട്ടികളെ? എല്ലാ കുട്ടികളെയും ബാധിക്കാറില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നന്നായി പഠിക്കാത്ത കുട്ടികൾ, ഉഴപ്പന്മാരെന്നൊക്കെ പറയുന്ന ആ കുട്ടികളെ ഇത് ബാധിക്കാറില്ല. കാരണം അവർക്ക് ടെൻഷനില്ല, അവർക്കറിയാം അവരുടെ കാര്യം. 2 കൂട്ടരെയാണ് ഇത് ബാധിക്കുക. ഒന്ന് കുറച്ചൊക്കെ പഠിക്കുകയും എന്തെങ്കിലും റിസൾട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന കൂട്ടർ. പിന്നെ രണ്ടാമത്തെ ഒരു കൂട്ടരെ ഇത് ബാധിക്കും ദോഷമായി, നന്നായി പഠിക്കുന്ന കുട്ടികൾ. ഈ നന്നായി പഠിക്കുന്ന കുട്ടികളെ ബാധിക്കാനുള്ള ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ, എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് പൊതുവേ പേരൻസിനും ടീച്ചർമാർക്കും വലിയ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. ആ എക്സ്പെക്റ്റേഷൻ്റെ അളവിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ, എൻ്റെ മാർക്ക് കുറഞ്ഞാൽ എൻ്റെ പേരൻസ് എന്ത് വിചാരിക്കും, അമ്മ, ഈ കാര്യങ്ങളാണ് ഇവർക്ക് പൊതുവെ ആശങ്ക ഉണ്ടാക്കണേ. മറ്റേ ആളുകൾക്ക്, അത് മിഡിലായിട്ട് ചെയ്യുന്നവർക്കുള്ള പേടി എന്താ ചോദിച്ചാൽ, എനിക്ക് റിസൾട്ട് കിട്ടുമോ, എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ എന്ന പേടി. പൊതുവെ ഈ 2 കൂട്ടരെയാണ്. ഇപ്പോൾ നമ്മൾ ഈ നന്നായി പഠിക്കാത്ത കുട്ടികൾ, അവർക്ക് ഈ പ്രശ്നം കാര്യമായിട്ടില്ല, കാരണം അവർക്ക് അറിയാം അവരുടെ കാര്യം. ഇനി കുട്ടികൾക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. സർ, ഈ നെഗറ്റീവ് ചിന്തകൾ വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ആശങ്ക ഉണ്ടാകുന്നത് ഒരു നെഗറ്റീവ് ചിന്തയിൽ നിന്നാണ്. എങ്ങനെയാണ് ഈ ആശങ്ക ഉണ്ടാകുന്നതെന്ന് ചോദ്യത്തിന് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ, നമുക്കുണ്ടാകുന്ന ചിന്തകൾ എന്താണോ ആ ചിന്തകളിൽ നിന്നാണ് ഈ പേടി, ആശങ്ക എന്നൊക്കെ പറഞ്ഞുണ്ടാകുന്നത്. പൊതുവേ നോക്കിക്കോളൂ, നിങ്ങളുടെ ആശങ്കയ്ക്ക് കാരണമായ പേടി നെഗറ്റീവ് ചിന്തകളായിരിക്കും. ഞാൻ പരീക്ഷ തോറ്റാലോ, ഞാൻ അത് ചെയ്ത് തെറ്റിയാലോ എന്ന് പറയുന്ന ചിന്തയാണ്. രണ്ടാമത്, അത് യുക്തിപൂർവമാവണം എന്നില്ല. ഇത് ഇപ്പം നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ടാവും, ഈ പരീക്ഷ പൊളിഞ്ഞാലോ, നമ്മളത് എഴുതിയിട്ട് പോലുമില്ല, ഇൻ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കും, അങ്ങനെ ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം, നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു ബസ് വരുമ്പോൾ ഈ ബസ് ഇടിച്ചാലോ എന്ന് വിചാരിച്ച ബസ്സിൽ കയറാൻ പറ്റുമോ? ഇല്ല. അതുപോലെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആലോചിക്കുകയാണ്, ഈ പരീക്ഷ തോറ്റാൽ എന്ത് ചെയ്യും. ഇത്തരം നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴാണ് ഈ ആശങ്ക വരുന്നത്. പിന്നെ എന്തിനാണ് ഈ നെഗറ്റീവ് ചിന്തകൾ ആവർത്തിച്ച് വരുന്നത്, എന്തിനാണ് ഈ നെഗറ്റീവ് ചിന്തകൾ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളിലാണ് നമ്മൾ വളർന്നു വന്നത്. നമ്മൾ കുടുംബത്തിൽ നല്ല കാര്യം ചെയ്താൽ വെരി ഗുഡ്, നന്നായി ചെയ്തു എന്ന് പറഞ്ഞേക്കാൾ എന്തെങ്കിലും ചീത്ത കാര്യം ചെയ്താൽ ആദ്യം പറയും, കണ്ടോ നീ കുരുത്തങ്ങട് കാണിച്ചില്ലേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് കൂടുതൽ കാണുന്നു
എന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ചിന്തകൾ. അപ്പോൾ ഈ ചിന്തകളാണോ ഇവിടെ കുട്ടികൾക്ക് വില്ലന്മാരായിട്ട് വരുന്നത്? ഇത് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. എല്ലാ ചിന്തകളും വില്ലന്മാരല്ല, നെഗറ്റീവ് ചിന്തകൾ വില്ലന്മാരാണ്. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുമെന്നതിന് മനോഹരമായ ഒരു ഉദാഹരണം പറയാം ഞാൻ. നമ്മൾ സ്ഥിരം ഈ 10ാം ക്ലാസ് റിസൾട്ട് വരുമ്പോൾ വായിക്കുന്നൊരു വാർത്തയാണ്, 10ാം ക്ലാസ് തോറ്റ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ഞാൻ ഉദാഹരണം പറയാം, ഒരു ഇമാജിനറി ഉദാഹരണം. ഗായത്രി എന്ന് പറഞ്ഞ പെൺകുട്ടി 10ാം ക്ലാസ് തോറ്റു, അതുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത നമ്മൾ കേട്ടു. അപ്പം ഇതിൽ ചോദിച്ചാൽ പറയും എന്തുകൊണ്ട് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം 10ാം ക്ലാസ് തോറ്റത് കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ്. ഞാൻ ഇതിനെ ഒന്നും കൂടി വിശകലനം ചെയ്യാം. 10ാം ക്ലാസ് തോറ്റു എന്ന സംഭവമാണ് ആത്മഹത്യ എന്ന പ്രത്യാഘാതത്തിന് കാരണം എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെറ്റാണ്. കാരണം അത് ശരിയായിരുന്നുവെങ്കിൽ ആ കൊല്ലം 10ാം ക്ലാസ് തോറ്റവർക്കെല്ലാം ആ സംഭവം ഉണ്ടായിരുന്നു, അവരെല്ലാം ആത്മഹത്യ ചെയ്യണമായിരുന്നു. അപ്പോൾ സംഭവങ്ങളല്ല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയത്, പകരം ഈ സംഭവത്തിനെ കുറിച്ചുള്ള 10ാം ക്ലാസ് തോറ്റു എന്ന സംഭവത്തിനെ കുറിച്ചുള്ള കൊച്ചിൻ്റെ ചിന്തകളാണ് ആത്മഹത്യ ഉണ്ടാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ സംഭവങ്ങളല്ല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്, സംഭവങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായ ചിന്തകളാണ് ഈ കുട്ടിക്ക് ഈ പ്രത്യാഘാതം ഉണ്ടാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ചിന്തകളെ മാറ്റാമെങ്കിൽ പ്രത്യാഘാതങ്ങളെയും നമുക്ക് മാറ്റാം. അപ്പോൾ അതാണ് ഈ തോട്ട്സിൻ്റെ വലിയൊരു പവറാണ്. ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഈ തോട്ട്സിൽ നിന്നാണ് ഫീലിങ്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളിപ്പോൾ നെഗറ്റീവ് തോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും. പകരം ഈ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആകുന്നു, ഈ സക്സസ് ആകും നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകും. അപ്പം നമ്മുടെ കുട്ടികളുടെ ദുഃഖത്തിനും വിഷമത്തിനെല്ലാം കാരണം നെഗറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കും. തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ ദുഃഖത്തിലും വിഷമത്തിലും എല്ലാം പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് മാതാപിതാക്കളും അധ്യാപകരും. അപ്പോൾ ഈ പരീക്ഷാ പേടിയിൽ ഇവരുടെ പങ്ക് എന്താണ്? ഒരു തർക്കവും വേണ്ട, വലിയൊരു പങ്ക് ഈ പേരൻസിനും ടീച്ചർമാർക്കും ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം 10ാം ക്ലാസ് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അമ്മ രാവിലെ ഓണത്തിന് തന്നെ 10ാം ക്ലാസ്സാ എന്ന് പറഞ്ഞാണ് പേടിപ്പിക്കുന്നത്. ഈ കൊച്ച് ഡെയിലി ഞെട്ടിയാണ് ഉണരുന്നത്. ഈ 10ാം ക്ലാസ്സിനെ ഇത്രയും പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. 10ാം ക്ലാസ് ഇത്ര വലിയ സംഭവമൊന്നുമല്ല, ജീവിതത്തിലൊരു ഭാഗമായിട്ട് 10ാം ക്ലാസ് എഴുതുന്നതാണ്. ഒരു 10ാം ക്ലാസ് തോൽക്കുന്നത് കൊണ്ട് ലോകം ഇടിഞ്ഞു പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ അവർക്ക് അതിനുള്ള അനുവാദം കൊടുക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, പരമാവധി അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ആ പേടിയിൽ നിന്ന് അവരെ ഒന്ന് ഒഴിവാക്കണം. എന്തായാലും ഈ പേടികളെല്ലാം വരുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചിന്തകളിൽ നിന്നാണ്. ഈ നെഗറ്റീവ് ചിന്തകളെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് നോക്കാം. ഈ നെഗറ്റീവ് ചിന്തകളെ മറികടക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മളിതിനെ ഒന്ന് മാറി നിന്ന് എന്ത് ചിന്തകൾ വരുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാവുക, എന്ത് ചിന്ത വരുമ്പോഴാണ് നമുക്ക് പേടി ഉണ്ടാവുക എന്ന് ആദ്യം തിരിച്ചറിയണം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ചില ചിന്തകൾ വരുമ്പോഴാണ് നമുക്ക് ആ പേടി വരിക. ഈ ചിന്തകൾ വരുമ്പോൾ എന്താ ചെയ്യുക, അതിന് പകരം ചില ഉദാഹരണം, നമ്മുടെ വാച്ചിൽ ഒരു പാട്ട്, നമ്മുടെ വാച്ച് നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് നന്നായി അത് കേടായത് കൊണ്ടാണ് ആ വാച്ച് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഭാഗം മാത്രം മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അതിന് പറ്റിയ വർക്ക് ചെയ്യുന്ന വേറൊരു ഭാഗം വയ്ക്കും. അതുപോലെ ഇപ്പോൾ എനിക്കൊരു നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. ആ നെഗറ്റീവ് തോട്ടിനെ ഇങ്ങനെ എടുത്തിട്ട് ഈ നെഗറ്റീവ് തോട്ടിനെ ചുറ്റി ഒരു ബബിൾ ഉണ്ടാക്കും. എന്നിട്ട് ഇതിങ്ങനെ ഈ നെഗറ്റീവ് തോട്ട് മുഴുവൻ ആ ബബിളിലായതിനു ശേഷം ഒന്ന് ഊതും. ഇത് സിംബോളിക്കായിട്ടാണ് ചെയ്യുന്നത്. ഊതുമ്പോൾ ഈ ബബിൾ ഇങ്ങനെ പൊട്ടും. ആ തോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നാണ് പറയുക. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ഊതി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ തോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമുക്കപ്പോൾ നെഗറ്റീവ് തോട്ട്സ് പോയി എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സിന് പകരം പുതിയ ചിന്തകൾ, പോസിറ്റീവായ ചിന്തകൾ വയ്ക്കാൻ കഴിയുമെങ്കിൽ ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പോസിറ്റീവ് ചിന്തകൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പോസിറ്റീവായി ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. ഇനിയും പരീക്ഷാ പേടി കുറയ്ക്കാൻ അധ്യാപകർക്കും ഒപ്പം മാതാപിതാക്കൾക്കും കുട്ടികളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഈ പേരൻസിന് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് പൊതുവേ ഈ കാര്യം പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കുക, ഇവർ ചെയ്ത കാര്യങ്ങളെ എൻകറേജ് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഉദാഹരണം, അമ്മ വീട്ടിൽ ഫുൾ ടൈം ടി വി വെച്ചുകൊണ്ട് മോനോട് പറയും നീ പോയി പഠിടാ. ഈ മക്കൾക്ക് വേണ്ടി കുറച്ച് ദിവസം ടി വി കാണാതിരിക്കാം, വീട്ടിൽ കുറച്ചും കൂടി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഇതുവരെ പഠിച്ച കാര്യത്തിൽ കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്യാൻ അവനെ മോട്ടിവേറ്റ് ചെയ്യാം, ഇവനെ ഇത്തരം പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയാതിരിക്കാം. ഇതൊക്കെ ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾ വളരെ നന്നായി ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. സർ, പരീക്ഷാ സമയത്തെ പേടി കുറയ്ക്കുവാൻ എന്തൊക്കെ ടെക്നിക്കുകളാണുള്ളത്? ഈ പരീക്ഷാ പേടി കുറയ്ക്കാൻ ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നന്നായി ഒരുങ്ങുക എന്നതാണ്. ഈ ഒരുക്കം കുറയുമ്പോഴാണ് സാധാരണ, ഇപ്പം ഞാൻ ഈ പ്രോഗ്രാമിന് വന്നത് ഒരുങ്ങിയിട്ടാണ് വന്നത്. ആ ഒരുങ്ങിയെ ഞാൻ എന്തൊക്കെ പറയണം, ഇത് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, നമ്മളതിന് എന്തൊക്കെ എക്സാമ്പിൾ പറയണം എന്നത് പറഞ്ഞ് ഒരുങ്ങി ഞാൻ എഴുതിയാണ് വന്നത്.
ആ എഴുതിയത് എൻ്റെ കയ്യിലുണ്ടാകും, പക്ഷേ അത് ഞാൻ നോക്കുന്നില്ല. പക്ഷേ ആ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് സ്വാഭാവികമായി എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. ഈ കോൺഫിഡൻസ് കൂടുമ്പോഴാണ് പേടി കുറയുക, കോൺഫിഡൻസ് കുറയുമ്പോഴാണ് പേടി കൂടുക. അപ്പം നമ്മൾ നന്നായി ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സിസ്റ്റർ ചോദിച്ച പോലെ നമുക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ മാറി നിന്ന് കണ്ടുകൊണ്ട് ആ ചിന്തകൾക്ക് പകരം പുതിയ ചിന്തകൾ, എനിക്കിതിന് പറ്റും, ഞാനിങ്ങനെ ചെയ്യും, ഞാൻ മിടുക്കിയാണ് അല്ലെങ്കിൽ ഞാൻ മിടുക്കനാണ് എന്ന് പറയുന്ന ചിന്തകളെ നമുക്ക് ആവർത്തിച്ച് കൊണ്ടുവരിക. ഇത്തരത്തിലുള്ള ഉത്കണ്ഠകൾ മാറ്റാൻ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉദാഹരണം, വിഷ്വലൈസേഷൻ എന്നൊരു ടെക്നിക്കുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കുകൾ ഒന്നാണ്. എന്താണ് ഈ വിഷ്വലൈസേഷൻ എന്ന് ചോദിച്ചാൽ അതിന് പിന്നിലുള്ള ശാസ്ത്രം ഞാൻ സിമ്പിളായിട്ട് പറയാം. നമുക്ക് 2 തരം മനസ്സുണ്ടെന്നാണ് പറയുക. ഒന്ന് ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്. 2 ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം. ഞാൻ പേടിക്കരുത്, എനിക്ക് നെഗറ്റീവ് ചിന്തകൾ വരാൻ പാടില്ല എന്ന ചിന്ത വരുന്നത് ബോധ മനസ്സിൽ നിന്നാണ്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് ബോധ മനസ്സിൽ നിന്നാണ്. പക്ഷേ ഈ പേടി, ഈ നെഗറ്റീവ് ചിന്തകൾ വരുന്നത് ഉപബോധ മനസ്സിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് ഉപബോധ മനസ്സിനെയാണ്. ഉപബോധ മനസ്സിനെ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ടെക്നിക്കുകളിൽ ഒന്നാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ പരീക്ഷയിൽ വിജയിച്ചതായിട്ടും നല്ല മാർക്ക് കിട്ടിയതായിട്ടും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ ടീച്ചർമാരും എന്നെ അഭിനന്ദിക്കുന്നതായിട്ടും ഈ സംഭവം നടന്ന പോലെ ഭാവനയിൽ സിനിമ കാണുന്ന പോലെ, ചിത്രങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ കാണുന്നതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ ഇസ് ദ ലാംഗ്വേജ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഉപബോധ മനസ്സിൽ മനസ്സിലാകുന്ന ഒരു ഭാഷയാണത്. അതുകൊണ്ട് പെട്ടെന്ന് സ്വീകരിക്കും. ഉപബോധ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ മിടുക്കനാണ്, അല്ലെങ്കിൽ എനിക്ക് പാസ്സാവാൻ പറ്റും. സ്വാഭാവികമായി നമ്മുടെ പേടി, നമ്മുടെ ആൻസൈറ്റി മെല്ലെ കുറയും. നല്ല ചിന്തകൾ കൊണ്ടും നല്ല വിഷ്വലൈസേഷൻ കൊണ്ടും പരീക്ഷാ പേടിയെ ഒരു പരിധി വരെ കുറയ്ക്കാമെന്ന് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്നും കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഒരു ചെറിയ ഇടവേള ആവശ്യമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ആശങ്കയുടെയും ഉത്കണ്ഠയുടെയും കാലമാണ് പരീക്ഷാക്കാലം. പേടിയില്ലാതെ ആത്മവിശ്വാസത്തോടെ എങ്ങനെ ഈ പരീക്ഷാക്കാലത്തെ നേരിടാം, അതാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? സർ, പരീക്ഷാ സമയത്ത് പഠനം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു കാറിൻ്റെ കീ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ ഇതിൽ പലരും പറ്റില്ലെന്ന് പറയും. കാരണം ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു സ്കിൽ നിങ്ങൾക്കില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ പഠിത്തം ഒരു കഴിവാണ്, അത് ജന്മനാ ഉള്ളതൊന്നുമല്ല, ആർക്കും ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട ചില ടെക്നിക്കുകൾ ചെയ്യാമെങ്കിൽ നമ്മുടെ പഠന നിലവാരവും ഭംഗിയായി കൂട്ടാവുന്നതാണ്. ഉദാഹരണം, ഞാനൊക്കെ സ്ഥിരം പറയുന്ന ഒരു യുണീക്ക് എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യു എന്ന് പറഞ്ഞാൽ യൂസ് യുവർ ഹെഡ് എന്നാണ് പറയുക. എന്നാൽ പഠനം മെച്ചപ്പെടുത്താൻ ഇപ്പം നിലവിലുള്ള സിസ്റ്റം പ്രകാരം കണക്ക്, ലാംഗ്വേജ് പഠിക്കുക, ഇതൊക്കെ നമ്മുടെ ഇടത് ബ്രെയിനാണ് ചെയ്യുന്നത്. ഈ വിഷ്വലൈസേഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് വലത് ബ്രെയിനാണ്. ഒരു കുട്ടിക്ക് പഠനം മെച്ചപ്പെടുത്താൻ ഈ രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നതാണ്. അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു പഠിത്തം പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിനെ നമ്മുടെ ബ്രെയിനിന് ഇഷ്ടപ്പെട്ട രീതിക്ക്. ഉദാഹരണം, കളർ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ നോട്ട്സ് എഴുതുന്ന സാധാരണ ബ്ലൂ കളറില്ല, അത് കളർ പേന കൊണ്ട് നോട്ട്സ് എഴുതുകയാണെങ്കിൽ ബ്രെയിൻ കുറച്ചും കൂടി നമുക്ക്. അപ്പോൾ അതാണ് ഫസ്റ്റ് യു എന്ന് പറഞ്ഞാൽ, യൂസ് യുവർ ഹെഡ്. നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. 2, എന്ത് എഴുതുമ്പോഴും നോട്ട് എഴുതണം. നോട്ട്സ് എഴുതുക എന്ന് പറഞ്ഞാൽ നിരത്തി പിടിച്ച് ടീച്ചർ തരുന്ന നോട്ട്സ് പോലെയല്ല, കീ പോയിൻറ്റ്സ് മാത്രം എഴുതി വെച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ് കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ മൈൻഡ് മനനം ചെയ്തോളും. അപ്പോൾ എന്ന് പറയാം. UN. അടുത്ത ഐ എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ചയായി പഠിക്കരുത്, ഇൻ്റർവെൽ വിട്ടാൽ പഠിക്കുക. ഒരു അരമണിക്കൂർ പഠിച്ചു, പിന്നെ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് എടുക്കാം, ഇല്ലെങ്കിൽ 1 മണിക്കൂർ പഠിച്ചു, പിന്നെ ഒരു 5 മിനിറ്റ് നടക്കാം, എന്തെങ്കിലും ഒരു മ്യൂസിക് കേൾക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. കാരണം കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ പാറ്റേണുമായി പരിചയത്തിലാകും. ഇപ്പം നിങ്ങൾ കുറേ ഇതുപോലത്തെ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. അതാണ് ക്യൂ എന്ന് പറയുക. പിന്നെ യു എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, മെമ്മറൈസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കി പഠിക്കുക എന്നാണ്. ചുമ്മാ അങ്ങനെ കാണാപാഠം പഠിക്കുന്നതിനേക്കാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൈൻഡ് പെട്ടെന്ന് എടുക്കും. പിന്നെ നെക്സ്റ്റ് എന്നാ പറയുക.
എപ്പോൾ ബോറടിക്കുന്നു അപ്പോൾ പഠിത്തം നിർത്തുക, എന്നിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. ഉദാഹരണം വെറുതെ കൈയും കാലും ഇങ്ങനെ സ്ലോ ആയിട്ട് പൊക്കിയാൽ മതി. ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ട് എക്സസൈസ് ചെയ്യുക. ക്രോസ് ക്രൗൾ എന്നൊക്കെ പറഞ്ഞ് മനോഹരമായ ബ്രെയിൻ ജിം എക്സസൈസ് ഒക്കെ ഉണ്ട്. ഈ കാല് പൊക്കിയിട്ട് ഈ വലത് കൈ ഇങ്ങനെ വയ്ക്കുക, ഈ ഇടത് കാൽ പൊക്കിയിട്ട് ഇടത് കൈ ഇങ്ങനെ വയ്ക്കുക, അങ്ങനെ ചില എക്സസൈസുകൾ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പഠനം വളരെ രസകരമായിരിക്കും. സാർ, പരീക്ഷക്കാലത്ത് നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. ഇത് ഓർത്തിരിക്കാനായിട്ട് എന്ത് ചെയ്യണം സാർ? 2 കാരണങ്ങളാണ് പഠിച്ചത് മറക്കാൻ കാരണം. ഒന്ന്, പേടി വരുമ്പോൾ മറവി വരും. നമ്മൾ പെട്ടെന്ന് ഉദാഹരണം, നമ്മളോട് ഒരു കോല് കൊണ്ടുവന്നിട്ട് ടീച്ചർ ഈ കോലും ഇങ്ങനെ പിടിച്ചിട്ട് പരടാ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മറന്നു പോകും. ബ്ലാങ്ക് ആയി പോകുന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ പെട്ടെന്ന് മറന്നു പോകും. ഒന്നാമത് പേടി വരുമ്പോൾ ആ പേടി മാറാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തത്, ഈ മറന്നു പോകുന്ന കാര്യം, ഈ മെമ്മറി എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഞാൻ എത്ര നേരം സംസാരിക്കുന്നു പേപ്പർ നോക്കാത്ത ഞാൻ ഇതുപോലത്തെ ചില ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനിയും ചോദിക്കാനില്ലേ ചോദ്യങ്ങൾ? പരീക്ഷയ്ക്ക് ഒരുങ്ങണമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്? 2 തരം ഒരുക്കങ്ങളാണ്. ഒന്ന് എക്സാമിന് മുമ്പുള്ള ഒരുക്കം, 2 എക്സാം സമയത്തുള്ള ഒരുക്കം. എക്സാമിന് മുമ്പുള്ള ഒരുക്കം എന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് എത്ര സമയമുണ്ടോ ആ സമയത്തിനനുസൃതമായി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും ആ ടൈം ടേബിൾ എങ്ങനെ കൃത്യമായി പാലിക്കണം, അതിന് ഏതൊക്കെ സബ്ജക്റ്റ് ഇനി പഠിക്കാനുണ്ട് എന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇനി അടുത്ത് തന്നെ എക്സാം വന്നു കഴിഞ്ഞാൽ പുതിയ സബ്ജക്റ്റുകൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ പഠിച്ചു വച്ച കാര്യങ്ങളെ ഒന്നും കൂടി ക്രമപ്പെടുത്താനും ആ ചെയ്ത കാര്യങ്ങൾ നന്നായിട്ട്, ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഇനി ചെയ്യാത്ത കാര്യങ്ങൾ കൂടുതലുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ചെയ്യാത്ത കാര്യങ്ങളുടെ പിന്നിൽ പോയി ചെയ്ത കാര്യങ്ങളുടെ എഫക്റ്റീവ്നെസ് കുറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി നമുക്ക് മുന്നോട്ട് കൂടുതൽ പഠിക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇപ്പോൾ പഠിച്ച കാര്യത്തിനെ കുറേയും കൂടി എഫക്റ്റീവ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതാണ് ബുദ്ധിപൂർവമായ ഒരു നീക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. പരീക്ഷാക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അവ എന്തൊക്കെയാണ്? സാധാരണ കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് പരീക്ഷയുടെ അവസാനത്തെ ബെല്ലടിക്കുന്നവർ, അതായത് ക്ലാസ്സിൽ കയറേണ്ട ബെല്ലടിക്കുന്നവരെ ഇരുന്ന് പഠിക്കും. എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണ്. ഒരു മണിക്കൂറിന് മുമ്പെങ്കിലും ഈ പുസ്തകം അടച്ചു വയ്ക്കണം. കാരണം നിങ്ങൾ അവസാനം വയ്ക്കുമ്പോൾ നിങ്ങളുടെ വെറുതെ കൺഫ്യൂഷനാകും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് വായിക്കുക. ഉടനെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറെ കുറിച്ച് ധാരണയാകും. എന്നിട്ട് നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന കോൺഫിഡൻ്റ് ഉള്ള ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം എഴുതുക. ആദ്യം കണ്ടത് ആദ്യം എഴുതുന്ന ഒരു നിർബന്ധമില്ല. ലാസ്റ്റ് പോരുന്നതിന് മുമ്പ് ഒരു 5-10 മിനിറ്റ് മുമ്പ് ആ എഴുതിയതെല്ലാം ശരിയാണെന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇതും കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു അപകടം കൊണ്ട് നമ്മുടെ കുട്ടികൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി, ഈ കഴിഞ്ഞ എക്സാമിനെ പോസ്റ്റ്മോർട്ടം ചെയ്യും. പുറത്തിറങ്ങിയിട്ട് കൂട്ടുകാരോട് ചോദിക്കും, നിൻ്റെ ഉത്തരം എന്താ, എഴുതിയ ഉത്തരം ഇനി ഒന്നും ചെയ്യാനില്ല, അത് കഴിഞ്ഞു പോയി. അപ്പോൾ ദൈവത്തോർത്ത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക. എല്ലാ പരീക്ഷയും കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. ഒരു എക്സാം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വിടുക. ഇനി മാതാപിതാക്കൾക്കും ചില ചോദ്യങ്ങളുണ്ട്, അവ എന്തൊക്കെയാണ്? പരീക്ഷാകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളുടെ ഉറക്കം, ഭക്ഷണം എന്നിവയുടെ നിയന്ത്രണം എന്നാണ് പൊതുവെ സംസാരമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നിയന്ത്രണം വരുത്തേണ്ടതുണ്ടോ? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, പരീക്ഷ സമയത്ത് വെജിറ്റേറിയൻ ഫുഡാണ് നല്ലത്. അതിൻ്റെ ധാർമ്മിക വശമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ നോൺ വെജ് ദഹിക്കാൻ ഡൈജസ്റ്റ് ആകുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും വെജ് ഡൈജസ്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ ഈ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശാരീരികമായി പല ഗുണങ്ങളും ഉണ്ടാകും എന്നാണ്. പിന്നെ ഈ എക്സാം ടൈമിൽ പ്രത്യേകിച്ച് ബിരിയാണി, കൂടുതൽ ഭക്ഷണം ഇതൊക്കെ കഴിക്കാതിരിക്കുക. കാരണം കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഡ്രൈനസ് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്രൂട്ട്സ് നന്നായി കഴിക്കാം ഈ കാര്യങ്ങൾ. പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം, നമ്മുടെ കുട്ടികൾ പരീക്ഷയ്ക്ക് 2-3 ദിവസം മുമ്പാണ് രാത്രിയും പകലിരുന്ന് പഠിച്ചു തുടങ്ങി. പക്ഷെ അത് മണ്ടത്തരമാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. പരീക്ഷ സമയത്ത് നിർബന്ധമായി 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നാണ്. ഒരു 6-7 മണിക്കൂർ. ഇനി അത്രയും നല്ല എനർജൈസ്ഡ് ആയ ഒരാളാണെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. പക്ഷേ ഒരു 7 മണിക്കൂർ ഉറങ്ങുന്നതുകൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. നന്നായി ഉറങ്ങുക. 7 മണിക്കൂർ ഉറങ്ങി ഇനി ഈ സമയത്ത് ഉറങ്ങുമെന്നൊക്കെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, പറയാം. കാരണം വീട്ടിൽ കിടന്ന് ഉറങ്ങാതെ പരീക്ഷകളിലിരുന്ന് ഉറങ്ങുന്നത് അബദ്ധമല്ലേ? അതുകൊണ്ട് ഉറങ്ങാൻ വിടുക എന്നാണ്. ഇനി ആർക്കാണ് ചോദിക്കാനുള്ളത്? സർ, പരീക്ഷാ വിജയത്തിൽ ഭാഗ്യത്തിന് പങ്കുണ്ടോ? നല്ല ചോദ്യമാണ്. എല്ലാ കുട്ടികളും പൊതുവെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ ഈ ലക്കിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു നിർവചനം പറയാം. നിർവചനം ഇതാണ്: എന്താ ലക്ക് എന്നതിന് ഉത്തരം, പ്രിപ്പറേഷൻ മീറ്റ്സ് ദ ഓപ്പർച്യൂണിറ്റി ദാറ്റ്സ് കാൾഡ് ലക്ക്. തയ്യാറെടുപ്പ് അവസരത്തിനെ കണ്ടുമുട്ടലാണ് ലക്ക് എന്ന് പറയുന്നത്. ഉദാഹരണം, ഞാൻ നന്നായി ഒരുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്.
അവിടെ ഒരുങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ ഒരുങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതാണ് ലക്ക്. ഒരുങ്ങാത്ത ഒരാൾക്ക് ലക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം അയാൾ ഒന്നും പഠിച്ചിട്ടില്ല, അയാൾ പഠിച്ച ചോദ്യങ്ങൾ എങ്ങനെ വരാനാണ്? അപ്പോൾ കൂടുതൽ ഒരുങ്ങിയാൽ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ വരാൻ കൂടുതൽ സാധ്യത. അപ്പോൾ കൂടുതൽ ലക്കുണ്ടെന്നർത്ഥം. അപ്പോൾ പ്രിപ്പറേഷനാണ് യഥാർത്ഥത്തിൽ ലക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം പരീക്ഷാപേടിയെക്കുറിച്ചാണല്ലോ. ഈ പരീക്ഷാപേടിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. പക്ഷേ ആൺകുട്ടികൾ അതേക്കുറിച്ച് കൂടുതൽ ഉൾക്കൊണ്ട ഒരല്ല. അവരതേക്കുറിച്ച് കൂടുതൽ പേടിക്കുന്നുമില്ല. അതിൽ കൂടുതലായിട്ട് അതിന് ആങ്ഷ്യസ് ഉള്ളത് പെൺകുട്ടികൾക്കാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനോഭാവം ഈ ആൺകുട്ടികളും പെൺകുട്ടികളും വരാനുള്ള പ്രത്യേകിച്ച് വല്ല കാരണം വല്ലതും ഉണ്ടോ? പെൺകുട്ടികൾക്കാണ് കൂടുതൽ പരീക്ഷ പേടി അത് അനുഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണേ. നമ്മളിങ്ങനെ ചെറുപ്പം തൊട്ടേ അത് വീണു പോകും, അവിടെ വീണു പോകും, ഇവിടെ വീണു പോകും. ഒരു കുട്ടി ഓടുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇത് വീഴുന്ന പറയുക. ഇത് ഓടാൻ പറ്റുന്നതല്ല പറയുക. മോളിൽ കയറുമ്പോൾ എന്താ പറയുക? ഇത് മോളിൽ കയറുന്ന താഴെ വീഴുന്ന പറയുക. നമ്മൾ നെഗറ്റീവാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ കൊച്ചിന് കയറാൻ കഴിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക? നീ കയറാൻ, ഞാൻ പിടിച്ചോളാം, നീ കയറും, നിനക്ക് പറ്റും എന്നല്ല പറയാം. അപ്പോൾ ഈ നെഗറ്റീവ് പറയുമ്പോൾ പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞാൽ ആൺകുട്ടികൾ കുറേയും കൂടി നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൻ്റെ ഒരു കുഴപ്പമായിരിക്കാം. ആൺകുട്ടികൾ അവരുടെ കുറച്ചും കൂടി ഫ്രീഡമായി പുറത്തു പോയി അവർക്ക് എക്സ്പോഷർ അങ്ങനെയൊക്കെ പോകും. ഈ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവായ പല സാധനങ്ങൾ. എന്നാൽ മറിച്ച് അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വ്യത്യാസം കാണാം. ഒരു ചെറിയ ഉദാഹരണം, എന്നെ സ്വാധീനിച്ച ഒരു ഉദാഹരണം പറയാം. രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ഞാൻ മലയാള മനോരമ പേപ്പറിൽ വായിച്ചൊരു വാർത്തയാണ്. രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് അവരുടെ അമ്മ രാജീവ് ഗാന്ധി വളർത്തിയ രീതിയെക്കുറിച്ച് ഒരു ലേഖനം ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാജീവ് ഗാന്ധിക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാണ്. നമ്മുടെ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാണെങ്കിൽ നമ്മൾ എന്താ പറയുക? മോനെ പേടിക്കേണ്ട, മോനെ വേദനയൊന്നും ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് പോകുന്നല്ലേ പറയുക. പക്ഷേ ഈ അമ്മ പറയുകയാണ് മകനോട്, മോനെ നീ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു മേജർ ഓപ്പറേഷന് പോവാണ്, അതിൽ വേദനയും ഉണ്ടാകും. ആ വേദന നീ തന്നെ സഹിക്കണം, അത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കൊച്ചു റിയാലിറ്റി അനുഭവിക്കണം. ആ കൊച്ചിന് അതുകൊണ്ടാണ് അവരുടെ മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അപ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ അവരെ കൊടുക്കുന്ന ആ പ്രചോദനം, അവർക്ക് കൊടുക്കുന്ന ചിന്തകൾ, അത് അവരെ പെൺകുട്ടികളെ നമ്മൾ പൊതുവെ ഈ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പേടിപ്പിച്ച് വെച്ചതുകൊണ്ടാണ് അവർക്ക് പൊതുവെ ഈ ആശങ്കകളും ടെൻഷനും പെൺകുട്ടികൾക്ക് കൂടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ പരീക്ഷയ്ക്കായി കുട്ടികളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി അവസാനമായി ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളോടും മാതാപിതാക്കളോടും ഒപ്പം അധ്യാപകരോടും കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? എന്നെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു കഥ പറഞ്ഞുകൊണ്ട് ആ സന്ദേശം എളുപ്പത്തിൽ പറഞ്ഞു നിർത്താം. ഒരിക്കലൊരു കാട്ടിൽ ഒരു മുയലിനെ ഒരു പുലി കണ്ടു. ഈ പുലിക്ക് മുയലിനെ തിന്നാൻ ആഗ്രഹം. ഓടിച്ചു, കിട്ടിയില്ല. മുയലിങ്ങനെ ഓടി രക്ഷപ്പെട്ടു. പുലിക്ക് വാശിയായി. 2-ാം ദിവസം ഓടിച്ചു, കിട്ടിയില്ല. 3-ാം ദിവസം ഓടിച്ചു, കിട്ടിയില്ല. 4-ാം ദിവസം ഓടിച്ചു, കിട്ടിയില്ല. 5-ാം ദിവസം ഓടിച്ചു, കിട്ടിയില്ല. 6-ാം ദിവസം പുലി സകല പദ്ധതികളും ഉണ്ടാക്കി സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് മുയലിന് വേണ്ടി കാത്തിരുന്നു. മുയലിനെ കണ്ടു, ഓടിച്ചു, കിട്ടിയില്ല. അപ്പോൾ പുലി തൻ്റെ പരാജയം സമ്മതിച്ചു. എന്നിട്ട് മുയൽ അകത്ത് കൂട്ടിലിരിക്കുകയാണ്. ചെറിയ കൂടാണ്, പുലിക്ക് കയറാൻ പറ്റില്ല. പുലി പുറത്തിരുന്നു കൊണ്ട് മുയലിനെ വിളിച്ച് ചോദിച്ചു, മുയലേ എന്ത് മാന്ത്രിക വിദ്യയാണ് നിൻ്റെ കയ്യിലുള്ളത്? 6 ദിവസം നിന്നെ ഓടിച്ചിട്ട് നിന്നെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. മുയൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, 6 അല്ല 60 ദിവസം ഓടിച്ചാലും എന്നെ നിനക്ക് കിട്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് അതാ അറിയേണ്ടത്, എന്ത് ആത്മവിശ്വാസമാണ് നിന്നെ നയിക്കുന്നത്, എന്ത് ടെക്നിക്കാണ് നിൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ മുയൽ തിരിച്ചു ചോദിച്ച മനോഹരമായൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: പുലി നീ എന്തിനാ ഓടിയേ എന്ന് ചോദിച്ചു. അപ്പോൾ പുലി പറഞ്ഞു, ഞാൻ നിന്നെ പിടിക്കാനാണ് ഓടിയത്. മുയൽ പറഞ്ഞു, ഉത്തരം തെറ്റാണ്. അല്ല, ശരി ഉത്തരം പറ. ഇല്ല, പുലി പറഞ്ഞു നിന്നെ പിടിക്കാനാണ് ഓടിയത്. മുയൽ പറഞ്ഞു, ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം ഞാൻ പറയാം. പുലി നീ ഓടിയത് നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ്. ഞാൻ ഓടിയതോ എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ്. ജീവന് വേണ്ടി ഓടുന്നവൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഓടുന്നവനേക്കാൾ വേഗത്തിലോടും. ഈ മക്കൾ പഠിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണോ ജീവന് വേണ്ടിയിട്ടാണോ എന്ന് സ്വയം തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ സ്പീഡുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം. ഒരു സാഹചര്യമില്ലാത്ത സ്ഥലത്തുനിന്ന് വലിയ ആളുകൾ വന്നത് അവർ ജീവിതത്തിന് വേണ്ടി ഓടിയത് കൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും പഠിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ്. കാരണം അച്ഛനമ്മ പറയണത് എന്താ? എനിക്ക് വേണ്ടിയെങ്കിലും പഠിക്കടാ, എനിക്ക് വേണ്ടി. ഈ അച്ഛനമ്മയ്ക്ക് വേണ്ടി പഠിച്ചിട്ടാണ് കൊച്ചു നന്നാവാത്തത്. കൊച്ചിന് വേണ്ടി പഠിച്ചിരുന്നെങ്കിൽ കൊച്ചു നന്നായേനെ. എങ്ങനെ പഠിക്കണം എന്നതല്ല പ്രധാനം, എന്തിനു പഠിക്കണം എന്നതാണ് പ്രധാനം. അത് കണ്ടുപിടിക്കൂ, പഠിത്തം തന്നെ വരും. വളരെയധികം നന്ദി ശ്രീ മധു ഭാസ്കരൻ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്.
മനസ്സിലായി കാണുമല്ലോ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടിപ്സ്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ധൈര്യമായി പരീക്ഷയെ നേരിടാം. ഇനി ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി പരീക്ഷാ ഹാളിലേക്ക് കയറി ചെന്ന് ആവേശത്തോടെ പരീക്ഷയെ സ്വീകരിക്കുക.